കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, രേവതിയുടെ അരിയിലേക്ക് സച്ചു വരുന്നുണ്ട്. അങ്ങനെ സച്ചു വന്നു കഴിഞ്ഞപ്പോ സച്ചിക്ക് ഇഷ്ടപ്പെട്ട കറികളൊക്കെ കൂട്ടിയാണ് രേവതി ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണത്. കാരണം സച്ചിക്കാണെങ്കിൽ രേവതി പോകുന്നതിന് വല്ലാത്തൊരു വിഷമം തന്നെയായിരുന്നു. വീട്ടിലാണെങ്കിൽ നേരെ ചൊവ്വേ ഫുഡ് പോലും ചന്ദ്രമതി ഉണ്ടാക്കുന്നില്ല. പക്ഷേങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് ലക്ഷ്മി അമ്മയ്ക്ക് അങ്ങോട്ട് സഹിച്ചില്ല. ആടിമാസമാണ്. ആടിമാസം ആയതുകൊണ്ട് രണ്ടുപേരും തനിച്ചരിച്ചിരിക്കണമെന്നും പറഞ്ഞിട്ടാണ് ചന്ദ്രമതി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത്. അപ്പൊ ഇതെങ്ങാനും ചന്ദ്രമതി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്ത പ്രശ്നമാവുമെന്ന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ലക്ഷ്മി അമ്മയ്ക്ക്. അതുകൊണ്ട് സച്ചി വന്ന ഉടനെ സച്ചിനെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാനായിട്ടാണ് ലക്ഷ്മി അമ്മ നോക്കിയത്. പക്ഷേങ്കിൽ എന്ത് ചെയ്യാനാ, സച്ചിയാണ് പോകാൻ കൂട്ടാക്കിയില്ല. കയ്യെ പിടിച്ച് ഇറക്കി വിടാൻ പറ്റില്ലല്ലോ. പിന്നീട് രേവതിയോട് വിളിച്ചിട്ട് പറഞ്ഞു, അതെ അവനെ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടാൻ നോക്ക്. നിന്റെ അമ്മായിമ്മ എങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതി രേവതി വലിയ പ്രശ്നം ഉണ്ടാക്കാനായിട്ട്. രേവതി പറഞ്ഞു, അതെ എനിക്ക് അങ്ങനെ പറയാനൊന്നും പറ്റില്ല. സച്ചേട്ടൻ പോകും പൊക്കോട്ടെ, കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയാണ്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പം സച്ചിക്കാണ് എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങണമെന്ന് തോന്നുവാണ്. സച്ചി എന്ത് ചെയ്യുക, അവിടെ പോയി അകത്ത് പോയി ഒരു പായും തലവണയൊക്കെ നിലത്തിട്ട് അവിടെ കിടന്നങ്ങോട്ട് ഉറങ്ങുവാണ്. ലക്ഷ്മിയമ്മയ്ക്ക് ടെൻഷൻ, ഇനി ഇപ്പൊ പോകാതിരുന്നാലോ. കുറച്ച് കഴിയുമ്പത്തേന് രേവതി അങ്ങോട്ട് വരുമ്പോ സച്ചി അവിടെ കിടക്കുന്നുണ്ട്. രേവതിക്ക് കുറച്ച് സമയം രേവതി നോക്കിയിരുന്നു. പിന്നെ എന്ത് ചെയ്യുക, രേവതി നേരെ സച്ചിയുടെ അരിയിലേക്ക് വരുവാണ്. അങ്ങനെ സച്ചിയുടെ അടുത്ത് വന്ന് കിടന്നു. പിന്നീട് സച്ചി രേവതിനെ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. ഈ കാഴ്ച കണ്ട് ലക്ഷ്മിയമ്മക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആടിമാസമാണ്. ദൈവമേ, ഇനിയിപ്പോ ഈ സമയത്ത് അങ്ങനെ രേവതി പ്രഗ്നന്റ് ആയിട്ടുണ്ടെങ്കിൽ ചന്ദ്രമതി ചേച്ചി തന്നെ കൊന്നത് തന്നെ. ആ ഒരു ടെൻഷനായിരുന്നു ലക്ഷ്മിയമ്മയുടെ ഉള്ളിലുണ്ടായിരുന്നത്. അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്ത പ്രശ്നമാക്കി തീർക്കും. അതുകൊണ്ട് ലക്ഷ്മിയമ്മ എന്ത് ചെയ്യണം, അകത്തേക്ക് പോയിട്ട് ഒരു പാത്രം എടുത്തിട്ട് കുറെ കൊട്ടയ്ക്ക് അങ്ങോട്ട് കൊട്ടുന്നുണ്ട്. ഈ സൗണ്ട് കേട്ടപ്പം പെട്ടെന്ന് രേവതി ചാടി എഴുന്നേക്കുവാണ്. രേവതി ചാടിയിട്ട് അടുക്കളയിലേക്ക് വന്നപ്പം ചോദിച്ചു, എന്താ അമ്മ, അമ്മ എന്തിനാ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കണേ നിൽക്കണം. ദേ മിണ്ടല്ലേ, നീ അറിയാലോ ഇങ്ങോട്ട് നിന്നെ പറഞ്ഞിട്ട് എന്തിനാണെന്നറിയാലോ ചന്ദ്രമതി ചേച്ചി. അല്ല ചന്ദ്രമതി അല്ല, അതെ ചന്ദ്രമതി ചേച്ചി ഇങ്ങോട്ട് പറഞ്ഞിട്ട് എന്തിനാണെന്നറിയാലോ എന്ന് ചോദിക്കാം. അതെ അമ്മേ, അമ്മ എന്തിനാ ഇങ്ങനെ, അതിന് സച്ചേട്ടൻ കിടന്ന് ഉറങ്ങുമല്ലേ. ദേ നീ കുഞ്ഞു വെച്ചൊന്നുമല്ലോ, ഇത് നിനക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലോ എന്നൊക്കെ പറഞ്ഞ് രേവതിനെ വഴക്കു പറയണം. അങ്ങനെ വൈകുന്നേരമെങ്കിലും സച്ചി വീട്ടിലേക്ക് പോകുന്ന കരുതിയിരുന്നു. പക്ഷെ സച്ചി പോയില്ല. സച്ചി പോവാനായിട്ട് കാര്യം പറഞ്ഞ് പോയതായിരുന്നു. സച്ചിക്ക് ഓട്ടമൊക്കെ വന്നായിരുന്നു. പക്ഷെങ്കിൽ ആ സമയത്ത് അങ്ങനെ പുറത്തിറങ്ങിയ സമയത്ത് ഗജാനന്ദന്റെ ഗുണ്ടകളെ കാണുന്നുണ്ട് അവിടെ. അപ്പൊ സച്ചിക്ക് ഒരു കാര്യം മനസ്സിലായി. കാരണം ഗജാനന്ദനും ഗുണ്ടകൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഗജാനന്ദനോട് പോയി പറയും, താൻ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ രേവതി വന്ന കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവനിങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ സച്ചി എന്ത് ചെയ്യുവാണ്, അന്ന് പോകുന്നില്ലെന്ന് വെച്ചാൽ അവിടെ തന്നെ തങ്ങുവാണ്. പക്ഷെ ഇത് ലക്ഷ്മിയമ്മയ്ക്കോ രേവതിക്കൊന്നും അറിയത്തില്ല. ഗജാനന്ദനും ഗുണ്ടകളെ കണ്ട കാര്യം സച്ചി ഒന്നും ഒട്ട് പറഞ്ഞില്ല. അങ്ങനെ രാത്രിയായി കഴിഞ്ഞപ്പം രേവതി പറഞ്ഞു, അതെ സച്ചേട്ടൻ മുറി കിടന്നോളം പറയണം. വേണ്ട, അത് കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം. ഞാൻ ഈ ഹാളിലോ അല്ലെങ്കിൽ ഞാൻ ടെറസിൽ എവിടെയെങ്കിലും പോയി കിടന്നോളാം. ഇനിയിപ്പം ആടിമാസമല്ലേ, ഇനിയിപ്പം ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കിയാലും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ടെറസിലേക്ക് പോവാ. രേവതിക്ക് വല്ലാത്ത വിഷമമായിരുന്നു. സച്ചി ടെറസിൽ പോയി കിടക്കുന്നതിനോട് താല്പര്യമില്ല. കാരണം ടെറസിൽ പോയി കിടന്നിട്ടുണ്ടെങ്കിൽ മഴയോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടാകത്തില്ലേ. സച്ചി പക്ഷെ അതൊന്നും കൂട്ടാക്കില്ല. അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഇവിടെ കിടന്നോളാന്ന് പറയാം. ലക്ഷ്മിയമ്മയ്ക്കും അതായിരുന്നു ആഗ്രഹം. കാരണം രേവതിയുടെ അടുത്തെങ്ങനെ കിടക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു. അതൊക്കെ വലിയ ടെൻഷൻ ലക്ഷ്മിയമ്മയ്ക്ക് ഉണ്ടാകുന്നേ. അങ്ങനെ രേവതി ടെറസിലേക്ക് കയറി പോകുന്നേ താഴെ ഗജാനന്ദനും ഗുണ്ടകളും കാണുന്നുണ്ടായിരുന്നു. കാരണം രേവതി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ രേവതി ടെറസിലേക്ക് കയറി പോയതറിഞ്ഞിട്ട് അവന്മാരങ്ങോട്ട് വരുന്നൊക്കെയുണ്ട്. ഈ സമയം ചന്ദ്രമതി ലക്ഷ്മിയമ്മനെ ഫോൺ ചെയ്യണം. ഫോൺ ചെയ്തിട്ട് സച്ചി അവിടെ വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുക. സച്ചി ഉണ്ടെന്ന് പറയുമ്പോ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ്. ആടിമാസമായിട്ട് നിങ്ങൾക്ക് അറിയത്തില്ലേ, അവരെ രണ്ടുപേരെ രണ്ടിടത്താക്കാനായിട്ട് അങ്ങോട്ട് പറഞ്ഞു വിട്ടെ. എന്നിട്ട് നിങ്ങള് സച്ചിനെ അവിടെ പിടിച്ചു വെച്ചോണ്ടിരിക്കുവല്ലേ, നാണമില്ല നിങ്ങൾക്ക്, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുക. ലക്ഷ്മിയമ്മയ്ക്ക് വല്ലാത്ത സങ്കടമായി. ലക്ഷ്മിയമ്മ പിന്നെ രേവതിയെ വഴക്ക് പറയുന്നൊക്കെയുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അവൻ വന്നപ്പോൾ അവനെ അങ്ങ് പറഞ്ഞു വിട്ടേക്കാനും, അന്നല്ലേ ഈ പ്രശ്നമൊക്കെ ഉണ്ടാവുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. രേവതിക്കാണ് അത് കേട്ടപ്പോൾ സങ്കടം വന്നു. രേവതി പറഞ്ഞു, അമ്മ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അതിന് ഞങ്ങൾ രണ്ടും രണ്ടിടത്താണല്ലോ കിടക്കണേ, പിന്നെ എന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കുക. ഈ സമയം രേവതി അവിടെ ഉണ്ടെന്ന് വിചാരിച്ചു. സച്ചി അവിടെ ഇല്ലാന്ന് കരുതിയിട്ട് ഗജാനന്ദന്റെ കുണ്ടകൾ അങ്ങോട്ട് കയറി വരുവാണ്. രേവതി അന്ന് കരുതിയിട്ട് രേവതിനെ കയറി പിടിക്കാൻ വരുവാണ്. പക്ഷെ ആ സച്ചിയായിരുന്നു. അങ്ങനെ സച്ചി എടുത്തിട്ട് ഗജാനന്ദന്റെ ഗുണ്ടകളെ അടിച്ചൊതുക്കുവാണ്. സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യം ആയിരുന്നില്ലത്. അങ്ങനെ ഒച്ചപ്പാടും വെള്ളം കെട്ട് രേവതിയും അമ്മയെല്ലാം കൂടെ എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ, സച്ചി ഗജാനന്ദനെ ഇട്ട് ഇരിക്കുന്ന ആണ്. ഓഹോ, അപ്പൊ ഇതാണ് കാര്യം. രേവതിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. സച്ചിയേട്ടൻ പോവായിരുന്നതിന്റെ കാര്യം എന്താന്ന് അതും കൂടാൻ സച്ചി പറയുകയും ചെയ്തു. ഞാൻ ഇവന്മാരെ കണ്ടിട്ടുണ്ടായിരുന്നു പകല്, അതുകൊണ്ടാണ് ഞാനിന്ന് പോവാതിരുന്നത്. അങ്ങനെ ഗജാനന്ദനെ കിട്ടാനുള്ളത് കിട്ടി. ഗജാനന്ദൻ പോവുകയാണ്. ഈ സമയം ലക്ഷ്മി പറഞ്ഞു, സോറി ഇട്ടോ മോനെ,
എന്ന് പറയണ. അതൊന്നും സാരമില്ല അമ്മേ, അതൊന്നും കുഴപ്പമില്ല എന്ന് പറയണ. ഈ സമയം ദേവ് പറഞ്ഞു, അതെ സച്ചേട്ടനില്ലായിരുന്നെങ്കിൽ എന്തായാലും സംഭവിച്ചേനെ. ഒരു പക്ഷെ സച്ചേട്ടനില്ലായിരുന്നെങ്കിൽ ഇന്ന് ആ ഗജാനന്ദനും ഗുണ്ടകളും വന്നിട്ട് മിക്കവാറും എന്തേലുമൊക്കെ ഇവിടെ നടന്നേനെന്ന് പറയണം. രേവതി പിന്നെ സച്ചിനെ വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. കാരണം രേവതിക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് സച്ചേട്ടൻ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ തങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഗജാനന്ദനും ഗുണ്ടകളും വന്നിട്ടുണ്ടെങ്കിൽ എതിർത്ത് നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. അങ്ങനെ പിറ്റേ ദിവസം സച്ചു പോകാനിറങ്ങുമ്പോൾ സച്ചു ഒരു കാര്യം തീരുമാനിച്ചു. ഇനിയിപ്പോൾ രേവതിനെ ഇവിടെ നിർത്തുന്നില്ല. രേവതിനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഗജാനന്ദനും അവന്റെ ഗുണ്ടകളും വന്നിട്ടുണ്ടെങ്കിലോ അത് വല്ലാത്ത പ്രശ്നമോ. ഇനിയിപ്പോൾ രേവതിനെ ഉപദ്രവിക്കാൻ ചാൻസ് ഉണ്ട്. ലക്ഷ്മിയമ്മയുടെ ഇതിനെക്കുറിച്ച് പറയാം. പക്ഷെ ലക്ഷ്മിയമ്മയ്ക്ക് ഭയങ്കര പേടി. അങ്ങോട്ട് വീട് ചെന്നിട്ടാണെങ്കിൽ ചന്ദ്രമതി ഇനി എന്തായിരിക്കും പറയാൻ പോകുന്നത്. ആ ലക്ഷ്മി പറഞ്ഞു, വേണ്ട അവൾ ഇവിടെ നിന്നോട്ടെ മോനെന്ന് പറയണം. പക്ഷെ സച്ചി പറഞ്ഞു, വേണ്ട എൻ്റെ കൂടെ പോന്നോട്ടെ, അവിടെ വന്ന് നിന്നാ മതി, എനിക്ക് ഇവിടെ നിർത്തിയിട്ട് പോകാൻ വിശ്വാസമില്ല. ഇനിയിപ്പോൾ രേവതി ഉണ്ടെങ്കിലല്ലേ ഗജാനന്ദൻ ഇങ്ങോട്ട് വരത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ കൂട്ടിക്കൊണ്ട് പൊക്കളാന്ന് പറയണ. രേവതിക്കാണ് 100 സമ്മതമായിരുന്നു. എങ്ങനെയാലും സച്ചിയുടെ കൂടെ ഒന്ന് പോയാൽ മതി എന്നുള്ളൂ. എത്രയാന്ന് പറഞ്ഞാലും രേവതിക്ക് ഇപ്പൊ ജീവന്റെ ജീവനാണ് സച്ചി എന്ന് പറഞ്ഞാല്. സച്ചിനെ പിരിഞ്ഞിരിക്കാനായിട്ട് രേവതിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഈ സമയമാണെങ്കിൽ മധുസൂദൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. രവീന്ദ്രനെ എങ്ങനെയും പോയി കണ്ട് രവീന്ദ്രനോട് കാര്യങ്ങളൊക്കെ പറയണം. വർഷം ശ്രീകാന്ത് തമ്മിലുള്ള അടുപ്പം അതില്ലാന്നാക്കണം. തന്റെ മോളെ എത്രയും പെട്ടെന്ന് വേറെ കല്യാണം കഴിപ്പിച്ചു വിടണം. അപ്പൊ ശ്രീകാന്ത് ഒരിക്കലും ഒരു തടസ്സമാവരുത്. അതുകൊണ്ട് രവീന്ദ്രനെ കാണാനായിട്ട് അങ്ങോട്ട് എല്ലുവാണ്. അപ്പൊ രവീന്ദ്രനും അശോകനും രാവിലെ നടക്കാൻ ഇറങ്ങിയ സമയത്താണ് അങ്ങോട്ട് ചെല്ലുന്നത്. അങ്ങനെ രവീന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പോൾ രവീന്ദ്രനോട് ശ്രീകാന്തിന്റെ വർഷയുടെ കാര്യങ്ങളെല്ലാം പറയാം. പിന്നീട് പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങളുടെ മകനെ നിങ്ങൾ മര്യാദയ്ക്ക് വളർത്തിക്കണം, പറഞ്ഞു കേട്ടോ, അല്ലെങ്കിൽ എന്റെ കൈക്ക് വെറുതെ പണിയുണ്ടാക്കലെന്ന് പറയാം. ഇത് കേട്ടോ രവീന്ദ്രൻ പറഞ്ഞു, അതെ എന്റെ മകന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് നോക്കാൻ അറിയാം, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി എന്ന് പറയാം. ഈ സമയം മഹിമ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ മോളുടെ പുറകെ നടന്ന് മേലാൽ നീ നമ്മൾ ശല്യം ചെയ്തേക്കില്ല, അങ്ങനെ എങ്ങനെ ശല്യം ചെയ്യുന്ന അറിഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ പോലീസ് കംപ്ലൈന്റ് കൊടുക്കൂന്ന് പറയാം. പെട്ടെന്ന് രവീന്ദ്രൻ പറഞ്ഞു, അങ്ങനെ കൊടുക്കാനാണ് നിങ്ങൾ കൊണ്ട് കൊടുക്കുക, കംപ്ലൈന്റ് കൊടുക്കുവോ എന്ത് വേളം ചെയ്തു, എന്റെ മോനെ എനിക്കറിയാം, അവൻ ഒരിക്കലും നെറുകെട്ട ഒരു പണി കാണിക്കത്തുമില്ല. പിന്നെ നിങ്ങളുടെ മോളെ നിങ്ങൾ പറഞ്ഞു നിർത്തണം, അല്ലാതെ ഇങ്ങോട്ട് വന്ന് കംപ്ലൈന്റ് പറയല്ല ചെയ്യണ്ടേ എന്ന് പറയാണ്. ഇനിയിപ്പോ പോലീസ് കംപ്ലൈന്റ് കൊടുക്കണേ നിങ്ങൾ കൊടുത്തോന്ന് പറയാണ്. ഇത്ര നമ്മൾ രവീന്ദ്രൻ അങ്ങോട്ട് പോയി. മഹിമയ്ക്കും മധുസൂദനെ സഹിച്ചില്ല. മഹിമ പറഞ്ഞു, പോലീസ് കംപ്ലൈന്റ് കൊടുക്കാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എങ്കില് മധുസൂദൻ പറഞ്ഞു, വേണ്ട, പോലീസ് കംപ്ലൈന്റ് കൊടുത്തിട്ട് നാണം കിടന്ന് നമ്മളായിരിക്കും, പോലീസ് അന്വേഷിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പ്രശ്നമാവും, നാട്ടുകാരൊക്കെ അറിയും, പിന്നെ തന്റെ മകൾക്ക് നല്ലൊരു ജീവിതം കിട്ടില്ല. അതുകൊണ്ട് മധുസൂദൻ എന്ത് ചെയ്തു, ഇതങ്ങനെ വിട്ടാൻ പറ്റില്ല, ഇതെങ്ങനെയും കൈകാര്യം ചെയ്താൽ മതിയാവുള്ളൂ, ഒരു 8ന്റെ പണി തന്നെ അവനിട്ട് കൊടുക്കണം, അവനിനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കരുത്, തന്റെ മോളുടെ പുറകെ നടന്ന് ശല്യം ചെയ്യരുത്. ഒരു പക്ഷേങ്കിൽ അവനെ പോലെ ഒരു ഫ്രോഡിനെ തന്റെ മോള് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ തനിക്ക് തല ഉയർത്ത് നടക്കാൻ പോലും പറ്റില്ല. ആ ഒരു ചിന്തയായിരുന്നു രവീന്ദ്രന്റെ മനസ്സിലുണ്ടായിരുന്നത്. ഈ സമയത്ത് രവീന്ദ്രന്റെ അല്ല മധുസൂദന്റെ മനസ്സിലുണ്ടായിരുന്നത്. ഈ സമയത്ത് രവീന്ദ്രൻ ആ പാട്ട് ടെൻഷനായിരുന്നു. കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മധുസൂദനോട് അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ എന്ന് പറഞ്ഞാലും ഒരു പക്ഷേ ശ്രീകാന്തിന് ഇനിയിപ്പോൾ ആ പെങ്കുച്ചിനോട് ഇഷ്ടമൊക്കെ ഉണ്ടായിരിക്കുമോ? അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമായിരിക്കും. കാരണം അയാളൊരു ഫ്രോഡാണ് മധുസൂദൻ. അയാൾ എന്തും ചെയ്യാൻ പഠിക്കാത്തവന്. തന്റെ പെൻഷൻ തുക വരെ അയാൾ ഇത്രയും കാലം തരാതെ തടഞ്ഞു വെച്ചിരുന്ന. അങ്ങനെയാണെങ്കിൽ ശ്രീകാന്തിന്റെ ജീവൻ വേണമെങ്കിൽ അയാൾ അപകടപ്പെടുത്തും. അതൊരിക്കലും പാടില്ല എന്ന് ശ്രീകാന്തിനോട് ഇതിനെക്കുറിച്ച് സംസാരിച്ച് മതിയാവുള്ളെന്ന് തോന്നുവാണ്. പിന്നീട് ശ്രീകാന്ത് വന്നേ ശ്രീകാന്തിനോട് രവീന്ദ്രൻ സ്വാഭാവികമായിട്ട് സംസാരിക്കുകയാണ്. അങ്ങനെയെല്ലാം ചോദിച്ചു കഴിഞ്ഞിട്ട് ചോദിച്ചു, അല്ല നിനക്ക് ആ മധുസൂദന്റെ മോളെ അറിയാമെന്ന് ചോദിക്കുകയാണ്. അറിയാച്ച വർഷ, അല്ല ആ പെൺകുട്ടിയായിട്ട് നിനക്ക് എന്താ ബന്ധം എന്ന് ചോദിക്കുകയാണ്. അവൾ എന്റെ നല്ല ഫ്രണ്ടാച്ചാ, ഞങ്ങൾ തമ്മിൽ കാണാറ് സംസാരിക്കാറൊക്കെ ഉണ്ടെന്ന് പറയാം. ഇത് കേട്ടൻ രവീന്ദ്രൻ പറഞ്ഞു, അതെ അവളുമായിട്ട് അധികം ചെങ്ങാത്തത്തിനൊന്നും പോണ്ടെന്ന് പറയാം. എന്താച്ചാ അങ്ങനെ പറഞ്ഞേ? അത് ശരിയാകത്തില്ല, നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്നത് കൊത്തിയാ പോരെ. എന്താച്ചാ അങ്ങനെ പറഞ്ഞേ? അല്ല അവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേടാ മോനെ, ഒരു പക്ഷേങ്കില് നീ ആ പെങ്കൊച്ചിനോട് മിണ്ടുന്ന അവരുടെ വീട്ടുകാർക്കൊന്നും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. അല്ല അച്ഛനോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നു ചോദിക്കും. എന്നോടൊന്നും പറഞ്ഞില്ല, ഞാൻ അങ്ങ് പറയുകയോ ചെയ്തേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ. വെറുതെ എന്തിനാ ഒരു പെങ്കൊച്ചിന്റെ ജീവിതം നമ്മളായിട്ട് തല്ലിക്കെടുത്തില്ലെന്ന് പറയാം. നീ ഒരു കാര്യം ചെയ്യുക, എത്രയും പെട്ടെന്ന് സ്വന്തമായിട്ട് റെസ്റ്റോറന്റ് ഒക്കെ തുടങ്ങുക, നീ ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, പിന്നെ നല്ലൊരു വീട്ടിൽ നിന്ന് എവിടെ നിന്നൊരു വിവാഹബന്ധം കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ആലോചനകൾ നടത്താന്ന് പറയണം. വേറെ ചിന്തകളും മനസ്സിൽ വേണ്ടാന്നൊക്കെ രവീന്ദ്രൻ ഉപദേശിക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകാന്തിന് ഒരു കാര്യം ഉറപ്പായി. ഒന്നെങ്കിൽ അച്ഛനെ കാണാനായിട്ട് അയാൾ വന്നിട്ടുണ്ട്, അയാൾ വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പിടിപ്പിച്ചു കാണും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത്. പിന്നീട് ശ്രീകാന്ത് കരുതി, ഇനിയിപ്പം താൻ വർഷയോട് അധികം സംസാരിക്കാനൊന്നും പോണ്ട, താൻ കാരണം ഇനിയിപ്പോൾ അച്ഛനോ തന്റെ വീട്ടുകാർക്കോ ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് ശ്രീകാന്ത് കരുതുവാണ്. പിന്നീട് നേരെ രേവതിയും കൂട്ടി സച്ചി വീട്ടിലേക്ക് വരുവാണ്.
ചന്ദ്രമതി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നത്. കാരണം രേവതിനെ കൂട്ടിക്കൊണ്ട് വരുന്നു, 1 മാസം എന്നും പറഞ്ഞു പോയിരിക്കുന്നേ, 1 മാസം കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. ആ ഒരു സന്തോഷത്തിലായിരുന്നു ചന്ദ്രമതി. പക്ഷെ ചന്ദ്രമതിക്ക് കനത്ത തിരിച്ചടി കിട്ടിക്കൊണ്ടാണ് രേവതിനെയും കൂട്ടി സച്ചി അങ്ങോട്ട് വരുന്നത്. സച്ചി തന്നെ വന്നു കഴിഞ്ഞപ്പം രേവതിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നീ എന്തിനാണ് അവിടെ പോയി കിടന്നേ? അതെ, ആടിമാസമാണ്, അങ്ങനെ ഭാര്യ വീട്ടിൽ പോയി കിടക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ചന്ദ്രമതി അങ്ങോട്ട് ഉപദേശിക്കുന്നുണ്ട്. അങ്ങനെ ഉപദേശിച്ച് കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് രേവതിനെ കാണുന്നത്. രേവതിനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ചന്ദ്രമതിക്ക് അങ്ങോട്ട് സഹിച്ചില്ല. നീ എന്തിനാ ഇവളെ കൂട്ടിക്കൊണ്ട് വന്നേന്നും പറഞ്ഞ് ഒത്തിരി ദേഷ്യപ്പെടുന്നുണ്ട്. ഈ സമയം സച്ചി പറഞ്ഞു, അമ്മേ എനിക്ക് അവളെ അവിടെ നിർത്തിയിട്ട് പോകാനായിട്ട് മനസ്സ് തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നേ. അതിനിപ്പോ എന്താ കുഴപ്പമിരിക്കുന്നേ? അവളെ ഇവിടെ ഒന്നോർത്ത് ഒരു കുഴപ്പമില്ല, ശ്രുതി ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ, പിന്നെ എന്റെ ഭാര്യയ്ക്ക് മാത്രം എന്താ ഇത്ര കുഴപ്പമെന്ന് ചോദിക്കുകയാണ്. അവൾ ഇവിടെ നിന്നാലും ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അതെ, എനിക്കറിയാന്ന് പറയാണ് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതിയുടെ ദേഷ്യപ്പെട്ട് സച്ചി അങ്ങോട്ട് കയറി പോവാ. ഈ സമയം രേവതിനെ ചന്ദ്രമതി ചീത്ത പറയുന്നുണ്ട്. നിനക്ക് നാണമുണ്ട് ഇവിടെ ഇങ്ങോട്ട് വരാനായിട്ട്, അവൻ വന്ന് വിളിച്ച ഉടനെ വന്നൊക്കെ പറഞ്ഞോണ്ട്. രേവതി പറഞ്ഞതേ, എന്റെ ഭർത്താവ് സച്ചേട്ടൻ വന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല. അതോർത്ത് അമ്മ പേടിക്കണ്ട. പിന്നെ ഇവിടെ ശ്രുതിയാണല്ലോ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ, ശ്രുതി വീട്ടിലേക്ക് പോയിട്ടല്ലോ, പിന്നെ എനിക്കിവിടെ നിന്നാ എന്താ കുഴപ്പം അമ്മേന്ന് ചോദിക്കുകയാണ്. ചന്ദ്രമതി ആകെപ്പാടെ നാണം കെട്ട് തല കുനിച്ചു. എന്തേലും പറയാൻ പറ്റുമോ? കാരണം ശ്രുതി അവിടെ ഉണ്ടല്ലോ നിൽക്കുന്നത്. പിന്നെ മുറിയിലേക്ക് എന്നിപ്പോ രേവതി പറഞ്ഞു, വേണ്ടായിരുന്നു, എന്നെ കൂട്ടിക്കൊണ്ട് വരണ്ടായിരുന്നു. അതെന്താ? അല്ല അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനത്തെ ഒക്കെ പ്രശ്നം. അതൊന്നും സാരമാക്കണ്ട, നിന്നെ അവിടെ നിർത്തിയിട്ട് വരാൻ എനിക്ക് പറ്റുമോ? അപ്പൊ എന്റെ വീട്ടുകാരോ? അതൊന്നും കുഴപ്പമില്ല, ഞാനേ അതിനൊക്കെ ഉള്ള ആൾക്കാരെയൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇനി ഇപ്പം ആ ഗജാനന്ദൻ അവിടെ കാല് കുത്തിയിട്ടുണ്ട്, ആ സെക്കൻഡ് ഞാൻ അറിയും, പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത് എനിക്കറിയാലോ എന്നൊക്കെ പറഞ്ഞ് രേവതിനെ ആശ്വസിപ്പിക്കുവാണ്. പിന്നീട് ശ്രുതിയാണെങ്കിലോ, ശ്രുതിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം ശ്രുതി ഓർഡർ ചെയ്ത് വരുത്തുവാണ്. അങ്ങനെ വരുത്തി കഴിഞ്ഞിട്ട് പൈസ കൊടുക്കേണ്ട ആള് സച്ചിവാണ്. കാരണം വീട്ടിലേക്ക് 1 മാസം ഇത്ര ബഡ്ജറ്റ് സച്ചി കരുതി വെച്ചിരിക്കുന്നത്. പക്ഷെ അതിൽ കൂടുതൽ പൈസ ആയി കഴിയുമ്പോൾ സച്ചിക്ക് സംശയം തോന്നുന്നുണ്ട്. അതിന്റെ പേരിൽ വീട്ടിൽ കിടന്ന് ഭയങ്കര കലഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. കാരണം ഇത്രയും കാലം സച്ചിയാണ് വീട്ടു ചെലവ് നടത്തിക്കൊണ്ടിരുന്നത്. ശ്രുതി ഒരു 5 പൈസ കൊടുത്തിരുന്നില്ല. പക്ഷേങ്കില് ശ്രുതിയും കൂടെ വന്നതിന് ശേഷം ശ്രുതിയുടെ ഇഷ്ടത്തിനുള്ള സാധനങ്ങൾ ഇവര് കഴിക്കുന്ന പോലെയല്ല, ശ്രുതിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ, കോസ്മെറ്റിക്സ് അങ്ങനെയെല്ലാം മേടിക്കുക. അതിന്റെ പൈസ കൊടുക്കേണ്ട ആള് സച്ചി. ശ്രുതിയാണെങ്കിൽ 5 പൈസ കൊടുക്കുന്നുമില്ല. ഇതിന്റെ പേരിൽ കുറെ വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ വീട്ടിലുണ്ടാകുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇനി അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കാണ് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 1:30-2 മണിക്കുള്ളിൽ തന്നെ ഞാൻ രേവതിയുടെ സച്ചിയുടെ ഇനി വരാൻ പോകുന്ന ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.